സഹനം സഹനം വേദനകൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നാം ആദ്യം പതറിപ്പോകുന്നു. മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോൾ, ചെയ്യാത്ത കുറ്റം നമ്മിൽ ആരോപിക്കുമ്പോൾ, അപ്പോഴെല്ലാം നാം യേശുവിലേക്ക് നോക്കാതെ കരഞ്ഞ് നിരാശപ്പെടുന്നു. കർത്താവ് പറയുന്നു, നിന്റെ ഉത്കണ്ഠ എന്നെ ഏൽപ്പിക്കുക, നിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാണ്. എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിന്നോടും ചേർന്ന് നിൽക്കും. എത്ര മനോഹരമായ വചനമാണ്. വിഷമസന്ധിയിൽ നാം യേശുവിനോട് ചേർന്ന് നിൽക്കണം. പ്രാർത്ഥന കൂട്ടേണ്ട സമയമാണിത്. കർത്താവ് പറയുന്നു, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകും. നാം ചോദിക്കേണ്ട രീതിയിൽ നാം ചോദിക്കുന്നില്ല. ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സഹനത്തിൻ്റെ പിന്നിൽ ഒരു നന്മ കർത്താവ് കണ്ടിട്ടുണ്ട്. അത് ലഭിക്കണമെങ്കിൽ സന്തോഷത്തോടെ ആ സഹനത്തെ ഏറ്റെടുക്കണം. എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. എൻ്റെ ഭർത്താവ് ഗൾഫിൽ ഡ്രൈവറായിരുന്നു. 5 വർഷം കഴിഞ്ഞിട്ടാണ് ഭർത്താവ് നാട്ടിലേക്ക് വന്നത്. കാരണം വണ്ടി ഒരു അപകടമുണ്ടായി. നല്ലൊരു തുക കെട്ടേണ്ടി വന്നു. കമ്പനി ഏറ്റെടുത്തില്ല. ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ 5 വർഷം കഴിഞ്ഞിട്ടാണ് ആൾ വന്നത്. ആ വിഷമസന്ധിയിൽ ഒരു രാത്രിയിൽ ഞാൻ പാടിയ പാട്ടാണ് ചുവടെ പാടുന്നത്. എനിക്ക് വിദ്യാഭ്യാസമില്ല. എന്നെ കർത്താവ് തൊടുന്ന ഒരു അനുഭവം എനിക്ക് അന്നുണ്ടായി. ഇപ്പോൾ വേദനിക്കുന്ന മക്കളും ഇത് വായിക്കുമ്പോൾ അവർക്കൊരു സമാധാനം ശാന്തിയും ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പാട്ടിങ്ങനെയാണ്. ജീസസ് ജീസസ് ഐ ലവ് യു ജീസസ്, ജീസസ് ജീസസ് ഐ ലവ് യു, ഓ മൈ ജീസസ്, ഓ മൈ ഗോഡ്, ഓ മൈ ജീസസ്, Jesus, Jesus, I love you. Thank you, Jesus. Thank you, Jesus. I love you, Jesus. Oh, my sweet, oh, my power, oh, my sweet Jesus, Jesus, oh, my power. Praise the Lord, Jesus, blessing me, Jesus. Blessing me, Jesus, Jesus, Jesus. Oh, la 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 la. Oh, la 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 la. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.